വെൽക്കം ബാക്ക് ടു ഹാബിറ്റ്സ് ഓഫ് മീ. കൂർക്ക കൊണ്ടൊരു കറി വെച്ചാലോ? നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ അറിയില്ല, പക്ഷേ ഈ കൂർക്കയുടെ സീസൺ വന്നാൽ ഇവിടെ ഇത് പതിവാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ അതാവട്ടെ എന്ന് കരുതി. കൂർക്കയുടെ തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞ് കഴുകി നന്നായി വൃത്തിയാക്കി എടുക്കണം. ഒരു 2-3 തവണയായിട്ട് കഴുകിയെടുക്കുക. അപ്പോഴും മണ്ണൊക്കെ പോയി ഒന്ന് വൃത്തിയായി കിട്ടുള്ളൂ. ഒരു ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കറിയുടെയൊക്കെ ഒരു രുചി ഇതിൽ നിന്ന് കിട്ടും. അത് കഴിച്ചവർക്കറിയാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ അപ്പം ദോശ അതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ 2-3 തവണയായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഞാൻ കുക്കറിലാണ് കറി വെക്കുന്നത്. നല്ല ഫ്രഷ് കൂർക്കയാണെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വെക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. തക്കാളിയും പച്ചമുളക് അരിഞ്ഞതും കൂർക്കയും ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോളൂ. ഞാൻ കറിയൊക്കെ വിളമ്പുന്ന ഒരു കയ്യിലിൻ്റെ 3/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. തേങ്ങ അരച്ച് തൊഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പും. ഇനി കുക്കർ അടച്ച് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. ഞാനൊരു 6 വിസിൽ വെക്കുന്നുണ്ട്. ഇനി ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നല്ല ഫ്രഷ് കൂർക്കയാണെങ്കിൽ ഒരു 4 വിസിൽ മതി കേട്ടോ. ഇനി ഒരു ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ചേർക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് ജീരകം ചേർക്കണം. പെരുംജീരകം ആട്ടോ ചേർക്കേണ്ടത്. എന്നിട്ട് തേങ്ങയും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. മുമ്പ് നമ്മൾ 4 ടീസ്പൂൺ ആണല്ലോ മല്ലിപ്പൊടി ചേർത്തത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുക. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നന്നായി മൂത്തോട്ട കേട്ടോ. ഇനി നമുക്കതൊരു ചാറിലോട്ടിട്ട് അരച്ചെടുക്കാം. വേണമെങ്കിൽ 2 ചെറിയ ഉള്ളി കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് 6 വിസിലും കഴിഞ്ഞ് കറി സെറ്റായിട്ടുണ്ട്. കൂർക്കൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ വീണ്ടും അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അരപ്പ് ചേർക്കുക. ഇത് കുറുക്കി വെക്കാനും ഇഷ്ടമെങ്കിൽ വെള്ളം അല്പം ഒഴിച്ചാൽ മതി. ചിലർക്ക് ഒരുപാട് ലൂസായ കറികളൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കുറുക്കിയും വെക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ഈ കറിയിലോട്ട് ആഡ് ചെയ്യാം. ഇതേ ഇത്രയേ ഉള്ളൂ പരിപാടി. അല്ല, അസൽ കൂർക്കക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി ചോറിന് കൂടെയോ അല്ലെങ്കിൽ അപ്പം ദോശ അതിന് കൂടെയൊക്കെ ബെസ്റ്റാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.